തമിഴ്നാട്ടുകാരുടെ മാത്രമല്ല മലയാളികളുടെ കൂടി വികാരമാണ് വിജയ് എന്ന് പറയാം. ദളപതി വിജയുടെ സിനിമകൾക്കൊക്കെ അത്ര കണ്ട ആരാധകരാണ് കേരളത്തിലുള്ളത്. ഒരു കാലത്ത് വിജയുടെ സ്റ്റൈലുകൾ അനുകരിച്ച് മാത്രം ജീവിച്ച ചെറുപ്പക്കാർ പോലും ഉണ്ട്. തമിഴ്നാട്ടിലും മറ്റുമുള്ളതിനേക്കാൾ ആരാധകർ കേരളത്തിൽ ഉണ്ടാകുമെന്ന് പോലും സർവേകൾ സൂചിപ്പിക്കുന്നു. വിജയുടെ ചലച്ചിത്ര ജീവിതം പോലെ തന്നെ വ്യക്തി ജീവിതവും കറപുരളാത്തതാണ് എന്ന തരത്തിലുള്ള വലിയ ചർച്ചകൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലത്താണ് വിജയുടെ വ്യക്തി ജീവിതത്തിൽ ചില താളപ്പിഴകൾ ഉണ്ട് എന്നും ഭാര്യയുമായി അകന്നൊക്കെയുള്ള പല ഗോസിപ്പുകളും പ്രചരിച്ചത്. ഇതൊക്കെ ഗോസിപ്പുകളായി തന്നെ ആരാധകർ തള്ളിയെങ്കിലും ആ ഗോസിപ്പുകളെ ഒക്കെ ശരിവെക്കുന്ന പല കാര്യങ്ങളും പിന്നീട് സോഷ്യൽ മീഡിയ വഴി പുറത്തു. ഇതിനിടയിൽ നടൻ രാഷ്ട്രീയ പ്രവേശനവും ചെയ്തിരുന്നു. നടനെതിരെ ഇതിനുശേഷം പലതരത്തിലുള്ള പരാമർശങ്ങളും വ്യക്തിഹത്യകളും സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി വരാൻ തുടങ്ങി. നടനും രാഷ്ട്രീയ നേതാവുമായ ദളപതി വിജയെ രൂക്ഷമായി വിമർശിച്ച് സത്യരാജിന്റെ മകൾ ദിവ്യ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തൃഷയും വിജയും ഒരുമിച്ച് വിമാനത്തിൽ യാത്ര ചെയ്ത സംഭവം സൂചിപ്പിച്ചായിരുന്നു വിമർശനം. വിജയുടെ പേര് പരാമർശിച്ചില്ലെങ്കിലും വിമാനയാത്രയും വിവാഹവുമെല്ലാം ദിവ്യ സത്യരാജ് എടുത്തു പറഞ്ഞു. DMK വേദിയിൽ സംസാരിക്കുമ്പോഴാണ് ദിവ്യ സത്യരാജ് DVK അധ്യക്ഷൻ കൂടിയായ വിജയിയെ വിമർശിച്ചത്. അടുത്തിടെ DMKയിൽ ചേർന്ന ദിവ്യ മുഖ്യമന്ത്രി MK സ്റ്റാലിനെയും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനെയും വാനോളം പ്രശംസിക്കുകയും ചെയ്തു. ഇവരുടെ പ്രസംഗ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. DMK നേതാക്കളായ M കരുണാനിധിയും MK സ്റ്റാലിനും തമിഴ്നാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു ദിവ്യയുടെ 12 മിനിറ്റ് നീണ്ട പ്രസംഗം. DMK സർക്കാരിലെ ഹിന്ദുമത കാര്യങ്ങൾക്കുള്ള മന്ത്രി ശേഖർ ബാബുവിന്റെ പ്രവർത്തനവും ദിവ്യ എടുത്തു പറഞ്ഞു. ഉദയനിധി സ്റ്റാലിന്റെ പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കവെയാണ് വിജയിയെ ദിവ്യ വിമർശിച്ചത്. ഉദയനിധി സ്റ്റാലിനെ കുറിച്ച് സംസാരിക്കുന്നത് പോലും അഭിമാനമാണ്. AC കാരവാനിൽ മാത്രം ഇരിക്കുന്ന നേതാവല്ല അദ്ദേഹം. സുഹൃത്തിന്റെ വിവാഹത്തിന് മറ്റൊരു സുഹൃത്തിനൊപ്പം യാത്ര ചെയ്ത വ്യക്തിയുമല്ല. ഉദയനിധി സ്റ്റാലിന് ഇത്തരം വഷളായ രാഷ്ട്രീയക്കാരനല്ല. കഠിനാധ്വാനിയും അച്ചടക്കത്തോടെ ചുമതല നിർവഹിക്കുന്ന വ്യക്തിയാണ് ഉദയനിധി, ദിവ്യ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഡിസംബർ 12-ന് ഗോവയിലായിരുന്നു കീർത്തി സുരേഷും ആന്റണി തട്ടലും തമ്മിലുള്ള വിവാഹം. സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിന് വിജയും എത്തിയിരുന്നു. പിന്നീടാണ് വിജയുടെ യാത്രയുടെ വീഡിയോ പ്രചരിച്ചത്. തൃഷയും വിജയുടെ മാനേജർ ജഗദീഷും വിജയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. വിമാന ടിക്കറ്റും പിന്നീട് പ്രചരിച്ചിരുന്നു. വിജയും തൃഷയും പ്രണയത്തിലാണ് എന്ന് ഏറെക്കാലമായുള്ള അഭ്യൂഹമാണ്. ഇരു താരങ്ങളും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഭാര്യ സംഗീതയുമായുള്ള വിജയുടെ ബന്ധത്തിൽ ഉലച്ചിലുണ്ട് എന്ന പ്രചരണവും ശക്തമാണ്. ഇതിനിടെയാണ് വിജയും തൃഷയും ഒരുമിച്ച് വിമാനത്തിൽ യാത്ര ചെയ്തതും കല്യാണ ചടങ്ങിന് വന്നതും. ഇതാണ് ദിവ്യ സത്യരാജ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. തമിഴ്നാട്ടിൽ BJPയുടെ മുന്നേറ്റം തടയാൻ MK സ്റ്റാലിന് നേതൃത്വം നൽകുന്ന DMKക്ക് മാത്രമേ സാധിക്കൂ എന്ന് ദിവ്യ പറഞ്ഞു. സ്റ്റാലിനും ഉദയനിധിക്കുമെതിരെ മത്സരിക്കുന്നവർക്ക് കെട്ടിവെച്ച കാശ് നഷ്ടമാകുമെന്നും ദിവ്യ കൂട്ടിച്ചേർത്തു. തമിഴക വെട്രി കഴകം എന്ന പാർട്ടി രൂപീകരിച്ച് രാഷ്ട്രീയത്തിൽ സജീവമായ വിജയ് 2026-ലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്.